ഐശ്വര്യമായിട്ട് നീ തന്നെ തുടങ്ങിക്കും. ഞാൻ MCAക്ക് കുസാറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മഹദേ ഇപ്പൊ ഫുഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എന്താ ബർഗർ വന്നു. നമ്മള് പറഞ്ഞു വന്നത് നമ്മുടെ കല്യാണം ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ. എന്താണ് ഇന്നത്തെ പരിപാടി? എങ്ങോട്ടാണ് ഇന്നത്തെ പിക്നിക്? എന്റെ ഓഫീസിന്റെ അടുത്തൊരു പാർക്കില്ലേ, നമുക്ക് അവിടെ പോയി കടൽ കഴിക്കാം. ഏത്? കാൾസ്ബർഗിന്റെ ഓപ്പോസിറ്റുള്ള പാർക്ക്? യെസ്, കാൾസ്ബർഗിന്റെ ഓപ്പോസിറ്റ് നമുക്ക് ഒരു പാർക്കില്ലേ, നമുക്ക് അവിടെ പോയി കടൽ കുടിക്കാം. ഓക്കേ. ബാഗിട്ട് കുണിക്കാണല്ലോ പോണേ. നമുക്ക് സാമഗ്രികൾ വേണം. ഓക്കേ. ഇതൊക്കെ വേണം. എന്നാലേ അതൊരു പിക്നിക് മൂഡ് ഉണ്ടാവുള്ളൂ. ഓക്കേ. Come on, let's go. യെസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നതിൻ്റെ കേട്ട് അവളുടെ ഓഫീസിൻ്റെ അടുത്തൊരു പാർക്കുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള പോകാനുള്ളൊരു വൈബിലാണ്. അപ്പോൾ ശരി, നമുക്ക് പാർക്കിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ പാർക്കിലോട്ടൊക്കെ പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ്. ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ ശില്പതി ഒരു ആപ്പിളൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് പാർക്കിലോട്ട് പോകാം. അപ്പോൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയതല്ലേ, എന്തെങ്കിലും കഴിച്ചേക്കാന്ന് വിചാരിച്ച് ഞങ്ങളൊരു ബർഗർ കഴിക്കാനുള്ള പ്ലാനിൽ ഒരു ബർഗർ കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയതായിട്ട് കണ്ടുപിടിച്ചൊരു ലൊക്കേഷനാണ്. അപ്പോൾ നമ്മൾ മാപ്പിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശില്പയുടെ ഓഫീസിൻ്റെ അടുത്ത് തന്നെയുള്ളതാണ്. അതേ ബാക്കിൽ കാണുന്നതാണ് കാൾസ്ബർഗിൻ്റെ ഓഫീസ്. ബിൽഡിങ്സ് ഒക്കെ കാണുന്നതാണ്. ഈ ചുറ്റും കാണുന്നതൊക്കെ കാൾസ്ബർഗിൻ്റെ ബിൽഡിങ്സ് ആണ്. സോ അങ്ങനെ ഞങ്ങൾ നേരെ ബർഗർ കഴിക്കാൻ പോട്ടെ, എന്നിട്ട് കാണാം. ഓക്കെ, ബൈ. കണ്ടോ ഞങ്ങളുടെ പിന്നാലെ കണ്ട ബർഗർ ഷാക്ക്. അങ്ങനെ ഞങ്ങൾ ബർഗർ കഴിക്കാൻ വന്നതാ. ബർഗർ വന്നോ? ബർഗർ നടന്നൊന്നും വന്നില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വന്നു, ബർഗർ മേടിച്ചു, കഴിച്ചു. വേറെ ഫുള്ളാക്കിയപ്പോൾ ഒരു സന്തോഷം കണ്ടോ മുഖത്ത്. ബർഗറൊക്കെ കഴിച്ച് കുറച്ച് ഫിംഗർ ഫ്രൈസും ഒരു സ്പ്രൈറ്റും കൂടെ ഞങ്ങൾ കഴിച്ചു. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് അടുത്ത പാർക്കിലേക്ക് പോവാണ്. നേരത്തെ പറഞ്ഞ പാർക്ക് ഓഫീസിൻ്റെ അടുത്തുള്ള പാർക്ക് ഉണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് പോവാണ്. അവിടെ പോയി കുറച്ച് നേരം അവിടെ നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നൈഹാവൻ എന്ന് പറഞ്ഞ പ്ലേസ് ഉണ്ട്. സമയം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. സോ ലെറ്റ്സ് ഗോ. ഓക്കെ. അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തി. നല്ല തണുപ്പുണ്ട് ഇവിടെ. വിന്റർ സീസൺ തുടങ്ങാറായി, അതുകൊണ്ട് തണുപ്പൊക്കെ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തണുത്ത കാറ്റ്. അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേനും ജാക്കറ്റ് ഒന്നും ഇടാണ്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഇപ്പോൾ ഫുഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എന്താ ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ പാർക്കിലേക്ക് എത്തി. നല്ല തണുപ്പുണ്ട് ഇവിടെ. വിന്റർ സീസൺ സ്റ്റാർട്ട് ചെയ്യാണ്. സമ്മറൊക്കെ കഴിഞ്ഞു. സമ്മർ എന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മുടെ നാട്ടിലെ സമ്മറൊന്നും അല്ല. മാക്സിമം 15 to 20, 22 വരെയൊക്കെ പോകുന്ന സമ്മറായിരുന്നു. നല്ല അടിപൊളിയായി ഇവിടെ. കാരണം ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിലൊക്കെ 40 ഡിഗ്രി എല്ലാം വരും. പക്ഷെ ഇവിടെ എപ്പോഴും ഒരു 20-25 മാക്സിമം വരുള്ളൂ. എന്തായാലും സമ്മർ കഴിയുന്നതുകൊണ്ട് സാറ് കുട്ടിയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. ബേസിക്കലി ആയ ഇടുക്കിക്കാരൻ, ഹൈറേഞ്ചുകാരൻ എന്നൊക്കെ പറയുമെങ്കിലും എന്തായാലും തണുപ്പ് എനിക്കൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ തന്നെ ഹുഡിയൊക്കെ ഇട്ടിട്ടാണ്. കുറച്ച് കഴിയുമ്പോൾ ജാക്കറ്റ് ഒന്നും ഇല്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലെന്നാണ് മറ്റ് സ്വെറ്റ് ഷർട്ട്സും അതെല്ലാം എടുക്കണം. പയ്യെ ഓരോരോ മാസം കൂടുമ്പോൾ നമ്മൾ
ഓരോ വയസ്സായിട്ട് എടുത്തുകൊണ്ടിരിക്കണം. ഞങ്ങൾ പാർക്കിലൊക്കെ എത്തിയിട്ട് അടുത്ത പരിപാടി എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പരിപാടി? ഇല്ല, ഞാൻ പറയാം. ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാം നമുക്ക്. കാരണം നമ്മൾ കപ്പിളായിട്ട് ആദ്യമായിട്ട് വന്നൊരു വ്ളോഗാണിത്. നമുക്ക് എന്തായാലും നമ്മൾ ആരാണ് എന്താണെന്നൊക്കെ പറയാം. നിന്റെ വോയിസ് കഴിഞ്ഞ തവണ 2-3 വീഡിയോസിൽ കേട്ടല്ലോ, പക്ഷെ ഞാൻ ആരാണെന്നൊക്കെ അറിയണ്ടേ. ഇതെന്റെ ഭാര്യ പറഞ്ഞില്ല കേട്ടില്ല എന്നുള്ളത് വേണ്ട. ഓക്കെ, അപ്പോൾ ഞങ്ങളെ തന്നെ പരിചയപ്പെടുത്താം. ഓൾമോസ്റ്റ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞങ്ങളെ അറിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കും പിന്നെ എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്നുള്ള പോലെ. അപ്പോൾ ഇൻ ഫ്യൂച്ചറിൽ ഞങ്ങളെ അറിയാത്ത ആർക്കെങ്കിലും വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ കൂടെ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത എപ്പിസോഡ്. യെസ്, പറയാൻ പറ്റത്തില്ല, സെലിബ്രിറ്റി ഒക്കെ ആയേക്കാം. ഇപ്പം അങ്ങനത്തെയാണല്ലോ ട്രെൻഡ്. ഈ കാണുന്ന ഇതാണ് എൻ്റെ ഭാര്യ. അപ്പം ഞങ്ങളെ തന്നെ പരിചയപ്പെടുത്താം. ഐശ്വര്യമായിട്ട് നീ തന്നെ തുടങ്ങിക്കും. തുടങ്ങിക്കോ. എൻ്റെ പേര് ശില്പ സുരേഷ്. ഞാനൊരു IT പ്രൊഫഷണലാണ്. കേരളത്തിൽ ഒരു 5 വർഷം വർക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഡെൻമാർക്കിലാണ് ഉള്ളത്. പഠിച്ചതും വളർന്നതും ഒക്കെ പാലക്കാടാണ്. കുസാറ്റിൽ PG പഠിക്കുമ്പോഴാണ് ഈ മഹാനെ പരിചയപ്പെട്ടത്. അതിൽ നിന്ന് എൻ്റെ ലൈഫ് മാറി. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജസ്റ്റിൻ ടി ചാക്കോ. ഞങ്ങൾ രണ്ടുപേരും IT പ്രൊഫഷണൽസ് ആണ്. ഇപ്പോൾ ഡെൻമാർക്കിൽ സെറ്റിലായി എന്ന് പറയാം. ബേസിക്കലി ഞാൻ കേരളത്തിൽ ഇടുക്കിയിലാണ്, ഒരു ഹൈ റേഞ്ചുകാരനാണെന്ന് പറയാം. 5 വർഷം മുമ്പ് എറണാകുളത്ത് വന്ന് സെറ്റിലായി. ഫാമിലി ആയിട്ട് ഇപ്പോൾ അവിടെയാണ്. അങ്ങനെ 2017 ഞാൻ MCAക്ക് കുസാറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മഹതിയെ ഞാൻ പരിചയപ്പെടുന്നത്. അവിടെ MCAക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ 2 ഒരേ ക്ലാസ്സിലായിരുന്നു. അങ്ങനെ 2017 ഞങ്ങൾ പരിചയപ്പെട്ടു. അങ്ങനെ 2 വർഷം ഞങ്ങൾ ഒരുമിച്ച് കുസാറ്റിൽ പഠിച്ചു. അപ്പോൾ ആ സമയത്താണ് ഞങ്ങളുടെ സൗഹൃദം വളരുന്നത്, പരസ്പരം പരിചയപ്പെടുന്നതെല്ലാം. അങ്ങനെ 2 വർഷത്തെ കുസാറ്റ് ജീവിതത്തിനൊടുവിൽ രണ്ടുപേരും പാസ് ഔട്ടായി. ഞാൻ ടെക്നോ പാർക്ക്, ട്രിവാൻഡ്രം ടെക്നോ പാർക്കിൽ ഒരു MNCയിൽ ജോലിക്ക് കയറി. ആളെ ഇൻഫോ പാർക്കിൽ ഒരു സ്റ്റാർട്ടപ്പിൽ വർക്കിന് കയറി. പിന്നെ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ ഒരു 3 സ്റ്റാർട്ടപ്പ് കമ്പനീസിൽ ഇതുപോലെ മാറി വർക്ക് ചെയ്തു. അങ്ങനെ ഞാനിപ്പോൾ ഇൻഫോസിസിലാണ് വർക്ക് ചെയ്യണത്. ഇൻഫോസിസിൻ്റെ ഓൺസൈറ്റ് ഓഫറായിട്ടാണ് ഡെൻമാർക്കിലോട്ട് വന്നത്. കോപ്പൻഹേഗനിലാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ ക്ലയൻറ്റ് ഓഫീസ് ഇവിടെയാണ്. ഞാൻ ജനുവരി ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഏപ്രിലിൽ പോയി പിന്നെ ഒരു കല്യാണമൊക്കെ കഴിച്ച് ഡിപ്പെൻഡൻസി വിസയിൽ ആളെ ഇങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ ജനുവരി തൊട്ട് ശില്പ ഡെൻമാർക്കിലാണുള്ളത്. അപ്പോൾ അതിനുശേഷം ഏപ്രിൽ 15-നായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4-5 മാസം ആകുന്നു. ഒരു പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു വിപ്ലവകരമായ പോരാട്ടം തന്നെയായിരുന്നു എന്ന് പറയാം. കാരണം ഞങ്ങൾ ഇൻ്റർ റിലീജിയൻ മാരേജ് ആയിരുന്നു. രണ്ടുപേരും 2 റിലീജിയനിലായിരുന്നു ജനിച്ചു വളർന്നതൊക്കെ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മൾ യൂറോപ്പിലാണ്, നാട്ടിലും അതങ്ങനെ ഓക്കെ, കുഴപ്പമില്ല എന്നുള്ള സിറ്റുവേഷനിൽ വരുന്നു. ഫ്യൂച്ചറിൽ അങ്ങനെ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. കാരണം 2 ഫാമിലിയും 2 കൾച്ചറിലായതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ. യെസ്, അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് ഫൈറ്റ് ചെയ്തു എന്ന് പറയാം. ഫാമിലി ആയിട്ടൊക്കെ സംസാരിച്ചാണ് അത് ഓക്കെ ആയത്. അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം അവർ ജീവിച്ചു വന്ന സാഹചര്യം അങ്ങനെ ആയിരുന്നു. പക്ഷേ അവസാനം ഞങ്ങൾ നേടിയെടുത്തു എന്ന് തന്നെ പറയാം. അങ്ങനെ ഏപ്രിൽ 15-ാം തീയതി ഞങ്ങൾ മാരീഡായി. ഇപ്പോൾ 4 മാസം കഴിഞ്ഞു. ഹാപ്പി ലൈഫ്. നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ കല്യാണം ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ കല്യാണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ ഡെൻമാർക്കിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോറെവർ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞൊരു വെഡ്ഡിങ് ഗ്രൂപ്പാണ് നമ്മുടെ വീഡിയോസൊക്കെ എടുത്തിരുന്നത്. റിസപ്ഷൻ്റെ ആണെങ്കിലും അപ്പോൾ അവർ നന്നായിട്ട് ചെയ്തിരുന്നു. എന്തായാലും മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് സുന്ദരിയായതല്ലേ, വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതി എല്ലാ വീഡിയോസ് എടുത്ത് ഞങ്ങൾ യൂട്യൂബിലൊക്കെ ഇട്ടു. മാത്രമല്ല ഫ്രണ്ട്സ് കളിച്ച ഡാൻസ് വീഡിയോ ഒക്കെയാണ് നല്ലോണം കുറച്ചുകൂടെ ഫീഡ്ബാക്കെല്ലാം ഫ്രണ്ട്സിൻ്റെ നിന്നൊക്കെ കേട്ട് ഞങ്ങൾ ഹാപ്പി ആയത്. നമ്മളങ്ങനെ വീഡിയോസൊക്കെ ഇട്ട കൂട്ടത്തിൽ ഫ്രണ്ട്സിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കസിൻസിൻ്റെ ഡാൻസ്, പിന്നെ ഞങ്ങളുടെ ഒരു കപ്പിൾ ഡാൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് കൂടുതലും എറണാകുളം ബേസ്ഡാണ്. ഞങ്ങൾ കുസാറ്റിയിൽ നിന്ന് പഠിച്ച ഞങ്ങളുടെ ഫ്രണ്ട്സാണ് നമുക്ക് കൂടുതലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കല്യാണത്തിൻ്റെ കാര്യം ആയപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമുക്കൊരു ഡാൻസ് പോലെ കളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ രീതിക്ക് അത് ഡാൻസ് പ്രാക്ടീസ് തുടങ്ങി. ഞങ്ങളത് വീഡിയോ എടുത്ത് എല്ലാവർക്കും അയച്ചു കൊടുത്ത്, എവിടെയുള്ള ആൾക്കാർ ബാംഗ്ലൂർ, ട്രിവാൻഡ്രം ഒക്കെ അവിടെ ഉള്ളവരാണെങ്കിൽ പോലും അത് പഠിച്ച് സ്റ്റേജിൽ വന്ന് കളിച്ചു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങളുടെ ഫാമിലി ഭയങ്കര ഹാപ്പി. അവരൊന്നും വിചാരിച്ചൊന്നുമില്ല ഞങ്ങൾ ഡാൻസ് കളിക്കുന്നൊന്നും അവർക്ക് അറിയത്ത് പോലും ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടുകാരൊക്കെ എന്നോട് ചോദിച്ചത് നീ തന്നെയാണോ കളിക്കുന്നത്, നീ ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു. എനിക്ക് 2 ചേച്ചിമാർ. അപ്പോൾ അവർ ഡാൻസ് കണ്ടിട്ട് ചോദിച്ചു, അപ്പു എന്നാണ് എന്നെ വീട്ടിൽ വിളിക്കുന്നത്, അപ്പു നീ ഡാൻസ് കളിക്കുമോ എന്നൊക്കെ ചോദിച്ചു. യെസ്, അപ്പു അനമ്പു അങ്ങനെ വേണേൽ പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡാൻസിൻ്റെ ഒരു വീഡിയോസൊക്കെ അപ്പോൾ നമുക്ക് യൂട്യൂബിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ പേരിൽ ഞാൻ നേരത്തെ തുടങ്ങിയ ഒരു അക്കൗണ്ട്. അപ്പോൾ അതിനകത്ത് പോസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കളിച്ചതിന് ഭയങ്കര റെസ്പോൺസ്. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി അങ്ങനെ വേണം പറയാം. കാരണം നമ്മൾ
കല്യാണത്തിന് കിട്ടിയ എല്ലാ വീഡിയോസും എടുത്തത് എല്ലാ റീലും ആ പോസ്റ്റ് വെഡിങ്ങിന് എടുത്തതും അങ്ങനെ നമ്മൾ ഹണിമൂൺ മൂന്നാർ പോയപ്പോൾ എടുത്ത കുറച്ച് റീൽസും കാര്യങ്ങളും അങ്ങനെ എല്ലാം അതിനകത്ത് പോസ്റ്റ് ചെയ്തു. എല്ലാം കൂടെ അത് അവസാനം ഒരു വെഡിങ് ഫോട്ടോഗ്രാഫി ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേണ്ട, ഇനിയിപ്പോൾ തിരിച്ച് യൂറോപ്പിലോട്ട് വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമല്ലോ. എന്താ പറഞ്ഞ നല്ല തണുപ്പുണ്ട് ഗൈസ്, അത് പറയാനാ ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് ഇങ്ങനെ നടന്ന് തണുപ്പടിച്ചപ്പോൾ ശരി പറഞ്ഞാൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ കാര്യമാണ് പറഞ്ഞത്, കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസൊക്കെ ചാനലിൽ പോസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കളിച്ച ഒരു ഡാൻസിന് നല്ലൊരു റെസ്പോൺസ് ഫീഡ്ബാക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ കൊളീഗ്സൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ കുറേ പേരുണ്ടാവുമല്ലോ. അതെ, തീർച്ചയായിട്ടും ആവശ്യമില്ലാത്ത മോട്ടിവേഷൻ ആണ് ചില സമയത്ത്, എന്നാലും ശരി ഒരു എന്റർടൈൻമെന്റ് അല്ലേ, ആയിക്കോട്ടെ എന്ന് വെച്ചാൽ നമ്മൾ കല്യാണത്തിൻ്റെ വീഡിയോ തന്നെ പിന്നെ ഇട്ടപ്പോഴത്തേനും എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് ചോദിച്ചു, ഇതെന്താ കല്യാണ വീഡിയോ ഇടുന്ന ചാനലായോ, ഞങ്ങളുടെ കല്യാണത്തിൻ്റെ വീഡിയോ തരട്ടെ, അതും കൂടി ഇടുമെന്നുള്ള രീതിയിലൊക്കെ കളിയാക്കല് തുടങ്ങിയപ്പോൾ ഞങ്ങൾ കരുതി എന്നാൽ പിന്നെ യൂറോപ്പിൽ വന്നിട്ട് ഫസ്റ്റ് നമുക്ക് എന്തായാലും ഈ ചാനൽ അങ്ങോട്ട് ആക്ടിവേറ്റ് ആക്കാന്ന് തോന്നി. കാരണം ഇപ്പം അതൊരു ട്രെൻഡാണല്ലോ. ഇപ്പോൾ കേരളത്തിൽ നിന്നെല്ലാം യൂറോപ്പിലോട്ടൊക്കെ വരുന്ന എല്ലാവരും ഇവിടെ വന്ന് ആദ്യം എന്താ ചെയ്യുക, ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങാം. എന്തൊക്കെ വിശേഷം? ഇത് വലിയ പ്രശ്നമാണ് കേട്ടോ, കാരണം ഞങ്ങൾക്ക് ഈ ക്യാമറ നോക്കി അങ്ങനെ സംസാരിച്ച് മുന്നേ ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ കുറേ നേരം പറയുന്നുണ്ട് ഇത് എന്തെന്നാണ് എന്നുള്ള. യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ സാധാരണ നമ്മൾ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ചാണ് ശീലം. നമുക്ക് ക്യാമറ നോക്കി അതിനെ ഫേസ് ചെയ്ത് സംസാരിച്ച് ശീലമില്ല, ശീലമായിക്കോളൂ എന്ന് വിചാരിക്കല്ലേ. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിച്ച് ക്യാമറ നോക്കിയൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്, ഒരു ഓക്കേർഡ് ഫീൽ ആണ് എപ്പോഴും. കാരണം ചുറ്റും ആൾക്കാർ ശ്രദ്ധിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യണേ എന്നുള്ളൊരു ഭയങ്കര റിയാക്ഷൻ തരുമല്ലോ. പക്ഷെ ഇവിടെ അത് കുഴപ്പമില്ല, കാരണം ഡെൻമാർക്കിൽ മലയാളീസ് തീരെ കുറവാണ്. അപ്പോൾ അങ്ങനെ മലയാളീസ് കുറവായതുകൊണ്ട് ഇപ്പം നമ്മളിങ്ങനെ സംസാരിച്ച് നടന്നാലും വലിയ പ്രശ്നമില്ല. അവർ വേറൊരു ലാംഗ്വേജ് സംസാരിക്കുന്നു എന്നുള്ള പോലെ ആരും അങ്ങനെ വലിയ കെയറിങ് ഒന്നും അറിയില്ല. അപ്പോൾ അതായത് മനസ്സിലാവുന്നില്ലല്ലോ അവർക്ക്, അപ്പോൾ എന്തോ എടുത്തോണ്ട് നടക്കുകയാണെന്നുള്ളൊരു ഇതേ. പിന്നെ നമ്മൾ അറിയുന്നവരൊന്നും അല്ലല്ലോ ഈ കാണുന്നത്. നാട്ടിലാവുമ്പോൾ ഓ ആ അങ്കിള് കാണും, ഈ ആൻറ്റി കാണും, ആ ഫ്രണ്ട്സ് കാണും, ഈ ഫ്രണ്ട്സ് കാണും എന്നുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ ഇവിടെ. അല്ലെങ്കിൽ ശരിക്കും ബാക്കിയുള്ളവർ എന്ത് പറയുന്നു എന്ന് വിചാരിച്ച് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ കഴിഞ്ഞു. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്നാണ്. പക്ഷെ നമുക്കൊരു തുടക്കമായതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ക്യാമറ ഒക്കെ നോക്കി സംസാരിക്കുന്ന സമയത്ത്. അത് ശരിയായിക്കോളും. അപ്പൊ എന്താ നമ്മുടെ ഭാവി പരിപാടി? നമ്മുടെ ഭാവി പരിപാടി എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ചാനലൊക്കെ തുടങ്ങി 1-2 വീഡിയോസൊക്കെ ഇട്ടു. ഇപ്പോൾ നമ്മളൊരു ഇൻട്രോ വീഡിയോ ഷൂട്ട് ചെയ്തു, ഇനി അതും ഇടും. അതിനുശേഷം നമ്മളിങ്ങനെ പറ്റുന്ന സിറ്റുവേഷനിലൊക്കെ ചെറിയ ചെറിയ സ്നാപ്സ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ ജെ സ്നാപ്സിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ചുരുക്കി പറഞ്ഞ ഭാവി ഭൂതത്തിന്റെ കയ്യിലാണ്. കാരണം ഇവനാട്ടോ മെയിൻ എഡിറ്ററും കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ്സ് എന്തായാലും ഞാൻ കൊടുത്തിരിക്കുന്നു. ഞാൻ ഈ വന്ന് എഡിറ്റർ കം, കണ്ടന്റ് ക്രിയേറ്റർ കം, ക്രിയേറ്റിവിറ്റി കം, വീഡിയോഗ്രാഫർ കം, എല്ലാം കം ഞാനാണ്. ഞാൻ ആക്ടർ ആക്ട്രസ് മാത്രമാണ്. അതെ, മാഡത്തിന് ഒരു മാസം പുറകെ നടന്ന് പറഞ്ഞിട്ടാണ് നമുക്കിന്ന് ഒരു ഒരുമിച്ചൊരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇന്ന് സംഭവിച്ചത്. ഒരു മാസത്തെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ കിട്ടിയത്. എന്നും പറഞ്ഞ് ഇന്നലെ തൊട്ട് ഒരുങ്ങാൻ തുടങ്ങിയതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുങ്ങി അന്ന് തന്നെ മുടിയിൽ ഓയിലിട്ട് കൊടുക്കണം, മുടി സ്ട്രൈറ്റൻ ചെയ്ത് കൊടുക്കണം, നാച്ചുറലായിട്ട് നാച്ചുറലായിട്ടൊക്കെ നമ്മൾ ബിഹേവ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യിച്ച് ഒരു 3 മണിക്കൂറത്തെ മേക്കപ്പ് ഇട്ട് ഒരുങ്ങിയതിന് ശേഷമാണ് ഇന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ തന്നെ സംഭവിച്ചത്. അപ്പൊ അങ്ങനെ ഓക്കെ. അപ്പൊ നമ്മളെ ഫ്യൂച്ചർ പരിപാടി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ സമയം കിട്ടുന്നത് രണ്ടുപേരും വർക്കിംഗ് ആണ് കേസ്. വീക്ക് ഡേയ്സിലൊക്കെ വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ വീക്കെൻഡിൽ മന്ത്ലി വൺസ് ഓർ ടോയ്സ് ഒക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകും. അങ്ങനെ പോകുമ്പോൾ ചെറിയ സ്നാപ്സ് ഒക്കെ എടുത്ത് നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. പ്രൊഫഷണൽ ലെവലിലൊന്നും അല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ കണ്ടന്റ് ഒക്കെ എടുത്ത് ഡെൻമാർക്ക് എങ്ങനെയാണെന്നുള്ളത് നമ്മളെ പറ്റുന്ന രീതിയിൽ നമ്മൾ എല്ലാവർക്കും കാണിച്ചു തരാൻ ശ്രമിക്കാം. ഞങ്ങൾ കൂടുതൽ പാർക്കുകളിലൊക്കെ ഉണ്ടെന്ന്, കാരണം അവിടെ ആകുമ്പോൾ കുറച്ച് ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കും വായി നോക്കാം. അതുപോലെ തന്നെ പച്ചപ്പും ഹരിതാർഭയൊക്കെ ധാരാളം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അത് ഇഷ്ടപ്പെടുന്നു. നാട്ടിലാണെങ്കിലും നമ്മൾ കടലൊക്കെ മേടിച്ച് നമുക്ക് എവിടെയെങ്കിലും പോയിരുന്ന് കുറയ്ക്കാമല്ലോ. അപ്പം ഞങ്ങൾ ആ ഒരു ആംബിയൻസ് ആണ്. ഇവിടെ എല്ലാവരും ഒരു ഔട്ടിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒന്ന് സെറ്റിൽ ആവുന്ന സമയത്ത് നമ്മളിങ്ങനെ പാർക്കിലൊക്കെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. സോ നമ്മുടെ ഔട്ടിങ്ങിൻ്റെ ഒക്കെ നല്ല മൊമെന്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മൾ മുമ്പ് പറഞ്ഞ പോലത്തെ നമ്മൾ കല്യാണത്തിന് ഇട്ട 1-2 വീഡിയോസ് ഉണ്ട്. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കുളിച്ച് ഡാൻസ് വീഡിയോ ഒക്കെ ഉണ്ട്. അതൊക്കെ ചാനലിലുണ്ട്, എല്ലാവരും കാണുക. അപ്പോൾ ഇനിയുള്ള വീഡിയോസിലും എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് എന്തായാലും സൺഡേ ആണ്, അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ് പാക്കപ്പ് ആക്കുകയാണ്. നെക്സ്റ്റ് വീക്ക് കാണാം. ഓക്കെ, അപ്പം ഓക്കെ, ബൈ ബൈ ഗൈസ് ഫ്രം ജെ സ്നാപ്സ്.
2 take 2. Ready, 1, 2, 3. Start. Okay. Ready, 1, 2, 3, start. ഒത്തിരി വെള്ളം കൊടുത്തരോ? ക്ലോസ് ചെയ്യാം.